വീഡിയോ മുഴുവൻ കാണണേ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് പങ്കുവയ്ക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കണം. നമസ്കാരം. 53 പേരുടെ കൊലപാതകത്തിന് 53 മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായിട്ടുള്ള ഒരു വംശീയ കലാപത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാംസ്കാരിക നായകന്മാർ രംഗത്ത് വരാൻ പാടുണ്ടോ? അത്തരം ശക്തികളെ അറിഞ്ഞോ അറിയാതെയോ പോലും പിന്തുണയ്ക്കാൻ സംസ്കാര മഹിമയുള്ള ഒരാൾക്ക് കഴിയുമോ? ഇതാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം. എന്താണ് വിഷയം എന്ന് നിങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. മലയാള സിനിമയിലെ ഒരു പ്രധാന സംവിധായകരിൽ ഒരാളായ ആഷിഖ് അബുവിൻ്റെ ഒരു പ്രതികരണമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നടന്ന വംശീയ കലാപത്തിന് മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച ഒരാളെ പിന്തുണച്ചുകൊണ്ട് ഒരാൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കട്ടെ. പക്ഷേ ആഷിഖ് അബു പിന്തുണയുമായി വന്നിട്ടുള്ള സഫൂർ സർഗാർ എന്ന് പറയുന്ന പെൺകുട്ടി ഈസ്റ്റ് ഡൽഹിയിൽ നടന്ന 53 പേരുടെ കൊലപാതകത്തിന്, അത് ഹിന്ദുക്കളായവരുടെ കൊലപാതകത്തിന് പ്രേരണ നൽകിയ വിരലിലെണ്ണാവുന്ന ആൾക്കാരുടെ കൂട്ടത്തില് പോലീസ് തെരഞ്ഞു പിടിച്ചിട്ടുള്ള ഒരാളാണ് ഈ സഫൂർ സർഗാർ. അവരുടെ രാഷ്ട്രീയം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ജാമിയ മിലിയ സമരത്തിന്റെ മുന്നണിയിൽ അവരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഷഹീൻ ബാഗിൽ ഉണ്ടായിരുന്ന CAA വിരുദ്ധ സമരത്തിന്റെ മുന്നണി പോരാളിയായിട്ട് അവരുണ്ടായിരുന്നു. അന്ന് അവര് നടത്തിയ പ്രസംഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ബീഹാറിന് വേണ്ടിയിട്ട് ആസാദി ഫോർ കേരള, ആസാദി ഫോർ ആസാം, ആസാദി ഫോർ കാശ്മീർ എന്നുണ്ട് വിളിച്ചോന്ന് എനിക്കറിയില്ല. കാരണം അവർ കാശ്മീർക്കാർ തന്നെയാണ്. ആസാദി നേടും വരെ സമരം ചെയ്യും എന്നുള്ള ആഹ്വാനവും അവരിൽ നിന്നുണ്ടായി. അതിനൊക്കെ അവകാശം വിളിച്ചു പോകാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഓരോ പ്രക്ഷോഭവും രാജ്യവിരുദ്ധമായാൽ, രാഷ്ട്രവിരുദ്ധമായാൽ അതിനെ നിയമത്തിന്റെ വഴിയിൽ കൂടെ തന്നെ നേരിടേണ്ടി വരില്ലേ? 53 പേരുടെ മൃതദേഹം കണ്ട ഡൽഹിയില് അതിന് ഉത്തരവാദിയായ വിരലിലുണ്ണാവുന്ന ആൾക്കാരെ തെരയുമ്പോൾ അതിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇവര്. അവർക്ക് വേണ്ടിയിട്ട് രംഗത്ത് വരുന്ന ഒരാളെ സാംസ്കാരിക നായകൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇത് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം കേരള സമൂഹത്തോടാണ്. അതിലുപരി ഈ പ്രശ്നം ചർച്ച ചെയ്യേണ്ടത്, വിശകലനം ചെയ്യേണ്ടത് കേരളത്തിലെ സിനിമാ സമൂഹമാണ്. നമ്മുടെ മലയാളി സിനിമാ സമൂഹത്തെക്കുറിച്ച് നമുക്കൊക്കെ അഭിമാനമുണ്ട്. ലോകോത്തര നടന്മാരുണ്ട്, ലോകോത്തര സംവിധായകരുണ്ട്, ലോകോത്തര ടെക്നീഷ്യൻസ് ഉണ്ട്. അവരാണ് മലയാള സിനിമയ്ക്ക് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്. അവരെ അംഗീകരിച്ചുകൊണ്ടാണ്, അവരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് മലയാള സിനിമ അതിന്റെ യാത്ര തുടരുന്നത്. സംവിധായകരുടെ കൂട്ടത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ളവരില്ലേ? നാടന്മാരുടെ കാര്യത്തില് മധുവിനെ പോലെ പ്രായം ചെന്ന പരിചയസമ്പന്നരായി എത്രയോ പേരുണ്ട്.
മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, അങ്ങനെ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര അതിൻ്റെ പിന്നാലെയുണ്ട്. അവരൊക്കെ മലയാളത്തിലെ സിനിമ സാംസ്കാരിക മേഖലയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതല്ലല്ലോ. അവരെയൊക്കെ മലയാളി സമൂഹം എത്ര ആദരവോടെയാണ് കാണുന്നത്. അത്തരം ഒരു 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 സിനിമാ സമൂഹത്തിനുള്ളിൽ നിന്ന് ഭീകര പ്രവർത്തനം എന്ന് ഡൽഹി പോലീസ് കണ്ട, കോടതി ശരിവെച്ച ഒരു നടപടിക്ക് മുന്നേ നേതൃത്വം കൊടുത്ത ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരാൾ രംഗത്ത് വരുമ്പോൾ അതിന് നേരെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അത് മലയാള സിനിമാ സമൂഹമാണ് വിലയിരുത്തേണ്ടത്. അവരിൽ ഒരാളാണ് ഇദ്ദേഹം. അതിനെ മലയാള സിനിമാ സമൂഹം അംഗീകരിക്കുന്നുണ്ടോ? ഇവിടുത്തെ സംവിധായകര്, ഇവിടുത്തെ നായികമാര്, നടന്മാര് അവരതിനെ ശരിവെക്കുന്നുണ്ടോ? ലോകത്ത് നടക്കുന്ന എല്ലാത്തിനെ കുറിച്ചും അഭിപ്രായം പറയാൻ മലയാളി സിനിമാ നടന്മാര് വരാറുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പ്രതികരിക്കുന്ന ചിലർ ആ കൂട്ടത്തിലുണ്ട്, അത് ശരിയാണ്. നരേന്ദ്രമോദിയെ ആക്ഷേപിക്കാനും നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ ജീവിക്കേണ്ടി വന്നത് അപമാനമാണെന്ന് കരുതുന്നവരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. പക്ഷെ അവർക്കല്ല മലയാള സിനിമയുടെ നേതൃത്വമുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മധുവും ഇന്നസെന്റും അതുപോലെ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു നേതൃനിരയാണ് അവർക്കുള്ളത്. അടൂർ ഗോപാലകൃഷ്ണനെ പോലെ എത്രയോ പ്രഗത്ഭ സംവിധായകരുണ്ട് ഇവിടെ, ലോകം അംഗീകരിച്ചിട്ടുള്ള സംവിധായകരും. അവരൊക്കെ ഇത്തരം ഭീകര പ്രവർത്തനത്തിന് അനുകൂലമായ നിലപാടുകളെ ശരിവെക്കുന്നുണ്ടോ? അത് വ്യക്തമാക്കാനുള്ള ബാധ്യതയും ചുമതലയും അവർക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ അവർക്ക് കഴിയില്ല. ഞാൻ ഡൽഹി കലാപത്തിലേക്ക് വീണ്ടും വരാം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അത് നടന്നത്. വളരെ ആസൂത്രിതമായിരുന്നു എന്ന് അന്വേഷണ ഏജൻസി അത് കണ്ടെത്തിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പേ പണം ശേഖരിച്ചു, പെട്രോൾ ശേഖരിച്ചു, മണ്ണെണ്ണ ശേഖരിച്ചു, കരിങ്കല്ല് ശേഖരിച്ചു, തോക്ക് ശേഖരിച്ചു. മുസ്ലിം സമൂഹത്തിന്റെ അധീനതയിലുള്ള മേഖലയിലാണത് നടന്നത്, അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിലാണത് നടന്നത്. ആക്രമണത്തിന് ഇരയായതോ കൊല ചെയ്യപ്പെട്ടതോ മുഴുവൻ ഹിന്ദുക്കളും. ഈ കലാപം നടന്ന ഭൂപ്രദേശത്ത് ഒരു മുസ്ലിമിന്റെ കടയ്ക്കും ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ഒരു മുസ്ലിമിന്റെ വീടിനും ഒരു പരിക്കും പറ്റിയിട്ടില്ല. ഹിന്ദുക്കളുടെ വീടുകൾ നശിപ്പിച്ചു, കത്തിച്ചു, കടകൾ കത്തിച്ചു, സ്ഥാപനങ്ങൾ കത്തിച്ചു. കൊന്നൊടുക്കിയതും ഹിന്ദു സഹോദരങ്ങളെ തന്നെ. അതിലൊരു IB ഉദ്യോഗസ്ഥൻ വരെയുണ്ട്. നിങ്ങൾ ഓർക്കണം, പോലീസുകാർക്ക് നേരെ തോക്ക് ചൂണ്ടിയത് നമ്മൾ കണ്ടതല്ലേ പരസ്യമായിട്ട് പൊതുനിരത്തിൽ. ഇതിൻ്റെയൊക്കെ ആഹ്വാനം, തയ്യാറെടുപ്പുകൾ പലതരത്തിൽ നടന്നിട്ടുണ്ടാകും. പണം കൊടുത്ത് സഹായിച്ചവർ പലരും ഉണ്ടാകാം. പക്ഷെ ഇതിനുള്ള ആഹ്വാനം നടത്തിയ വിരലിലുണ്ടാവുന്ന ആൾക്കാരിൽ ഒരാളെയാണ് ആഷിഖ് അബു പിന്തുണയ്ക്കാൻ തയ്യാറായത്. അത് ദുഃഖകരമാണ്. ആഷിഖ് അബുവിൻ്റെ നിലപാട് പലപ്പോഴും നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. അതൊരു ഇടതുപക്ഷ ലൈനാണ് എന്നൊക്കെയാണ് നമ്മളൊക്കെ ധരിച്ചിരുന്നത്. ഇപ്പോ ജിഹാദി ലൈനാണോ എന്ന് സംശയിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. കമ്മ്യൂണിസ്റ്റുകാർക്കും ജിഹാദികൾക്കും തമ്മിൽ ഇപ്പോൾ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമില്ല. മാത്രമല്ല ഒരേ നിലപാടിനോട് ചേർന്ന് നിൽക്കുകയാണ് എന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ നമ്മളത് കണ്ടു.
ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കൊപ്പം കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും പാകിസ്ഥാൻ ഭീകര പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരും ഒക്കെ കൈകോർത്തു നീങ്ങുന്നത് നമ്മൾ കണ്ടു. ഡൽഹി കലാപത്തിന്റെ പ്രത്യേകത എന്താ? അതും ഇവിടെ പരാമർശിക്കാതെ വയ്യ. കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, അതിനൊപ്പം ആം ആദ്മി പാർട്ടിക്കാരുണ്ടായിരുന്നു, പോപ്പുലർ ഫ്രണ്ടും SDP ഉണ്ടായിരുന്നു, മറ്റ് ജിഹാദി എലിമെന്റ്സ് മുഴുവൻ ഉണ്ടായിരുന്നു, മാർക്സിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും മാവോയിസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതില് ഏതിനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ആഷിഖ് കപൂർ? തീവ്രവാദ ഭീകര പ്രസ്ഥാനങ്ങൾക്ക് ചില അനുഭാവികളുണ്ടെന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അവര് രഹസ്യമായിട്ടാണ് പലതും ചെയ്തിരുന്നത്. അവരൊരിക്കലും പ്രത്യക്ഷത്തിൽ രംഗത്ത് വരാറുണ്ടായിരുന്നില്ല. ഈ അർബൻ നക്സലുകളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. അവർക്ക് ജിഹാദി എലിമെന്റ്സുമായിട്ട് നല്ല ബന്ധമുണ്ട്, പണമിടപാട് ഉൾപ്പെടെ. ഭീമെ കോറിഗോ കേസിലൊക്കെ നമ്മളത് കണ്ടതാണ്. അതേപോലെ തന്നെയാണോ കേരളത്തിലെ സിനിമാ പ്രവർത്തകരിൽ ചിലർക്കുമുള്ളത്? അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഗൗരവമുള്ള പ്രശ്നമാണ്. ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. സഫൂർ സർക്കാരിന്റെ അറസ്റ്റാണ് ആഷിഖ് കപൂറിനെ വല്ലാതെ വിഷമിപ്പിച്ചത്. അല്ലെങ്കിൽ ആ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അദ്ദേഹം ആ സ്ത്രീ മാത്രമല്ല ജയിലിലുള്ളത്. ഷിഫാബുർ റഹ്മാനുണ്ട്, മീരാൻ ഹൈദറുണ്ട്, ആസിഫ് ഇക്ബാൽ തൻഖയുണ്ട്, ഗുൽഷ ഖാത്തൂരുണ്ട്, ആം ആദ്മിയുടെ താഹിർ ഹുസൈനുണ്ട്, ഉമർ ഖാലിദ് ഉണ്ട്, JNU ഫെയിം. പിന്നെ പിഞ്ചറ തോട് എന്ന് പറയുന്ന സംഘടനയിലെ നദീഷ തർവാളിനെ പോലുള്ളവരുണ്ട്. അപ്പോൾ സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവര് ഈ വർഗീയ കലാപത്തിന് പിന്നിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ മുന്നിലും പിന്നിലുമായിട്ടുണ്ടായിരുന്നു എന്നതല്ലേ അത് കാണിക്കുന്നേ? തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തത്. ഇവിടെ ഒരു വലിയ ആക്ഷേപം ഉയരുന്നത് ഇതിൽ ഒരാൾക്ക് ഗർഭമുണ്ടായിരുന്നു എന്നതാണ്. ഈ സഫൂർ സർക്കാരിന്റെ കാര്യത്തിൽ തന്നെയാണ് ആ ഒരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടത്. ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ ജയിലിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നു കള്ളക്കേസ് എടുത്തിട്ട്. കള്ളക്കേസാണോ അല്ലയോ എന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഗർഭിണിയാണ് എന്നുള്ള കാരണം പറഞ്ഞിട്ടാണ് കോടതിയിൽ പോയത്. ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ടാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ജിഹാദി, മാവോയിസ്റ്റ്, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ പ്രചരണം നടത്തിയത്. ഞാൻ ഓർക്കുന്നത്, ഗർഭമുണ്ടായി എന്നതുകൊണ്ട് ക്രിമിനൽ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഗർഭിണിയാണ് എന്നതുകൊണ്ട് ഒരു വംശീയ കലാപത്തിന്റെ മുന്നിൽ നിന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിയെ തടവിലാക്കാതിരിക്കാൻ പറ്റുമോ? കോൺഗ്രസ്സുകാരാണ് ഇതിന്റെ ഒരു വലിയ പ്രവാചകന്മാർ. രാജീവ് ഗാന്ധിയെ വധിച്ച കേസിലെ നളിനി ഉണ്ടായിരുന്നു, LTTE-കാരി. അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഗർഭിണിയായിരുന്നില്ലേ? അവർ ജയിലിലല്ലേ പ്രസവിച്ചത്? അന്ന് എന്താ കോൺഗ്രസ്സുകാർക്ക്, സോണിയാഗാന്ധിക്കും പ്രിയങ്കയ്ക്കും രാജീവിനും രാഹുൽ ഗാന്ധിക്കും ഒക്കെ തോന്നാതിരുന്നത് ഈ ഒരു മമത? ഇത് ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല. നമ്മൾ പ്രിസണേഴ്സിന്റെ ലിസ്റ്റ് എടുത്താൽ ഇത്തരം പ്രശ്നങ്ങളുള്ള അനവധി പേരെ നമ്മൾ കാണും. ഒരുപാട് പേരുണ്ടാവും. അത്തരക്കാരെ പരിചരിക്കാനുള്ള സംവിധാനം ജയിലുകളിലുണ്ട്. അതുകൊണ്ട് ഇവർക്ക്
അത്ര വിഷമമൊന്നും അവിടെ നേരിടാൻ പോകുന്നില്ല. പക്ഷേ പുറത്തിറങ്ങി ആരോടും എന്തും പറയാമെന്നും എന്തും ചെയ്യാമെന്നും കരുതിയ ആൾക്കാർക്ക് സ്വാതന്ത്ര്യത്തിന് പരിധിയില്ല, ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഏതറ്റം വരെയും പോകാം എന്നൊക്കെ കരുതിയവർക്ക് ഇത് പ്രയാസമുണ്ടാക്കുന്നുണ്ടാവും. അതിൽ വേറെ ഒരു മാർഗവുമില്ല. UAP ആണ് ചുമത്തിയിരിക്കുന്നത്. അതായത് ഭീകരപ്രവർത്തനത്തിന് സമാനമായ കുറ്റമാണ് അവർ ചെയ്തത് എന്ന് കോടതി ശരിവച്ചിരിക്കുന്നു. UAP ചുമത്തിയതിനെ കോടതി ശരിവച്ചു എന്നത് ഓർക്കുക. അവരുടെ ജാമ്യ ഹർജി ഈ അടുത്ത കാലത്ത് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. അതിൻ്റെ ഒരു ഉത്തരവ് ശ്രീ ആഷിഖ് അബു കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടും ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാ മാധ്യമങ്ങളിലും അത് വന്നതാണ്. അതിൽ ഗർഭിണിയെ മോചിപ്പിക്കണം എന്ന വാദവുമായിട്ട് പോയവരോട് ജഡ്ജി പറഞ്ഞത്, തീക്കൊള്ളി എടുത്ത് കളിക്കാൻ ഇറങ്ങുമ്പോൾ അത് കാരണം ആളിപ്പടർന്ന തീയിൽ നിന്നും ഉയരുന്ന തീക്കാറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്താണ് എന്നാണ്. തീക്കൊള്ളി എടുത്ത് കളിക്കാൻ ഇറങ്ങിയതാണ് ഈ പെൺകുട്ടി എന്ന് കോടതിക്ക് ബോധ്യമായി എന്നല്ലേ എൻ്റെ അർത്ഥം. തീക്കൊള്ളി എടുത്ത് കളിച്ചു എന്ന് മാത്രമല്ല, അതിൽ നിന്ന് തീ ആളി പടർന്നു എന്നും കോടതി തിരിച്ചറിഞ്ഞു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അത്തരക്കാര് മുഖം രക്ഷിക്കാൻ വേണ്ടി വാദഗതികളുമായിട്ട് കോടതി കയറി ഇറങ്ങിയിട്ട് കാര്യമില്ല എന്നല്ലേ കോടതി പറഞ്ഞതിൻ്റെ അർത്ഥം. അത്തരം ഒരാൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ഒരു പ്രമുഖ സിനിമാ സംവിധായകൻ, കേരളത്തിലെ സിനിമാ പ്രവർത്തകർക്ക് പോലും അപമാനമുണ്ടാക്കുന്ന വിധത്തിൽ രംഗത്ത് വരാമോ? ഞാൻ ആവർത്തിക്കുന്നു, ഇവിടെ തീരുമാനമെടുക്കേണ്ടത് മലയാള സിനിമാ സമൂഹമാണ്. മധുവും മോഹൻലാലും മമ്മൂട്ടിയും ഇന്നസെന്റും ദിലീപും പൃഥ്വിരാജും ഒക്കെ ഉൾപ്പെടുന്ന ഇവിടുത്തെ പ്രഗത്ഭ സംവിധായകരായ അടൂർ ഗോപാലകൃഷ്ണൻ ഒക്കെ ഉൾപ്പെടുന്ന ആ സമൂഹമാണ് ഈ വിഷയത്തിനെ വിഷയം പരിശോധിക്കേണ്ടത്. ആഷിഖ് കപൂർ ചെയ്തത് ശരിയാണോ? അത് മലയാള സിനിമയ്ക്ക് ഗുണമാണോ ചെയ്യുക? മലയാള സിനിമയെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? തീരുമാനിക്കട്ടെ. ഞാൻ എൻ്റെ നിലപാട് ഞാൻ പറയാം. ഭീകരപ്രവർത്തനത്തെ സഹായിക്കുന്നതും പിന്തുണയ്ക്കുന്നതും ഭീകരപ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്നവരെ തുണയ്ക്കുന്നതും കുറ്റകരമാണ്. അത് നിയമപ്രകാരം കുറ്റകരമാണ്. അത്രയും ഞാൻ പറയുന്നത്. അതെല്ലാവരും തിരിച്ചറിയണം. 53 പേരുടെ മൃതദേഹം കണ്ട സംഭവമാണ്. 53 കുടുംബങ്ങളെ അനാഥമാക്കിയ സംഭവമാണ്. വംശീയ കലാപമാണ്. അതാരും മറക്കരുത്. നമസ്കാരം.